മറ്റൊന്ന് ആഗോള മാനവികതയുടെ കേഹമാണ് കഅബ എന്ന് പറയുന്നത്. അത് വിശ്വാസിയുടെ ആത്മീയ ഉന്നതിയും സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗേഹമാണ്. കാരണം അവിടെ വരുന്ന എല്ലാവരും ദുയൂഫുർ റഹ്മാനാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ്. അതിഥികളെ അള്ളാഹു ഏറ്റവും നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. വമൻ ദഖലഹു കാന ആമീന, ആരെങ്കിലും അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല വൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. രണ്ട് കാര്യമാണല്ലോ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ദാരിദ്ര്യമാണ്, പോവർട്ടിയാണ്. അപ്പൊ അവന് ഭക്ഷണം വേണം, വിശപ്പകറ്റാനുള്ള സംവിധാനം വേണം. രണ്ടാമത്തെ നിർഭയത്വം വേണം. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വആമനഹും മിൻ ഖൗഫ് വഅത്അമഹും മിൻ ജൂ എന്നതാണ്. വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി, അവന് അന്നം നൽകി, ഭയത്തിൽ നിന്ന് മോചനം നൽകി. ഭയവും വിശപ്പും ഇല്ലാതിരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഡിഗ്നിറ്റിയുടെ ഏറ്റവും വലിയ ആവശ്യം, അന്തസ്സിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യത്തിന്റെ പ്രതീകമാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ അവിടെ എത്തിയ വിശ്വാസികൾക്ക് മാത്രമല്ല, ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിനെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ രാജ് എന്ന പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. തങ്ങൾ എതിർക്കുന്ന, വിയോജിക്കുന്ന ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുക. ആരാധനാലയങ്ങൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഉന്മൂലനം ചെയ്യുക. മറ്റൊന്ന് മോബ് ലിഞ്ചിങ് ആണ്, ആളുകളെ തല്ലിക്കൊല്ലുക. അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ മോബ് ലിഞ്ചിങ് പോലെയുള്ള, ബുൾഡോസ് രാജ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വിവേചനങ്ങളുടെ പേരുകളിൽ പഠിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥികൾ ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ, വഇദ ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമുണ്ടാവാൻ വേണ്ടിയുള്ള പ്രയത്നം വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ടത്. അതുകൊണ്ട് ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയമാണ് ഹറം എന്ന് പറയുന്നത്. ശരീരത്തിൽ ഹൃദയം എങ്ങനെയാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അത് രക്തചംക്രമണത്തിന്റെ ഒരു കേന്ദ്രമാണ്. യഥാർത്ഥം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നിർവഹിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആക്കുന്ന കേന്ദ്രമാണ് ഹറം എന്ന് പറയുന്നത്. മസാബത്തൽ ലിന്നാസ്, ഈ ഉമ്മത്തിന് അഭയകേന്ദ്രം നൽകുന്നത്, ഈ ഉമ്മത്തിന് നിർഭയത്വം നൽകുന്ന ഈ കേന്ദ്രത്തിന്റെ വക്താക്കളായി നിങ്ങൾ എവിടെ ജീവിച്ചാലും, ഏത് പ്രദേശത്ത് ജീവിച്ചാലും, ഏത് നാട്ടിൽ ജീവിച്ചാലും, നിങ്ങൾ നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും പ്രചാരകരായി ജീവിക്കണം. നിർഭയത്വവും അതുപോലെ സമാധാനവും സുരക്ഷിതത്വവും ഏതെങ്കിലും നാട്ടിൽ തകർന്നാൽ അത് പുനഃസ്ഥാപിക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്.